ചില നിയമവശങ്ങളൊക്കെ ഇല്ലേ? ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഈടാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കർശനമായാൽ ഈ ഹർത്താലിന്റെ ഈ അക്രമ സ്വഭാവത്തിന് കുറെ മാറ്റം വരുമോ? ഹർത്താൽ നടത്തുന്ന പാർട്ടികളോ സംഘടനകളിൽ നിന്നോ ഹർത്താലിന് മുഖാന്തരം വന്നുള്ള നഷ്ടം ഈടാക്കാൻ ഞങ്ങൾ ഹർത്താൽ വിരുദ്ധ മുന്നണി നിലവിലെ കേസ് ഹൈക്കോടതിയിലുണ്ട്. ഇതനുസരിച്ച് ഈ വന്നിട്ടുള്ള നഷ്ടം ഈ പ്രസ്തുത സംഘടനയിൽ നിന്ന് ഈടാക്കിയെടുക്കാൻ ഞങ്ങൾ ആകുന്നത് ശ്രമിക്കുന്നതാണ്. പിന്നെ ഇതൊന്നും അല്ല ഇവിടുത്തെ ഈ പറഞ്ഞ 3 കോടി ചില്ലാനം രൂപ നഷ്ടം എന്ന് പറഞ്ഞ KSRTC നഷ്ടം. ഒരു ദിവസത്തെ ഈ ഹർത്താൽ കൊണ്ട് കേരളത്തിന് മൊത്തം നഷ്ടമായത് 4500 കോടി രൂപയാണ്. 4500 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് കൂടാണ്ട് 1000 കോടി രൂപ സർക്കാരിന് കിട്ടേണ്ട വരുമാനം ഇല്ലാതായിട്ടുണ്ട്. ഇതിനും പുറമെ ജനങ്ങൾക്ക് വന്ന കഷ്ടനഷ്ടങ്ങളും ഈ അക്രമങ്ങളിലുണ്ടായ പരിക്കേറ്റവരുടെയും ആ ചികിത്സാ ചെലവും മറ്റെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ വളരെ വലുതാണ് ഈ നഷ്ടമൊക്കെ. ഈ ഏതെങ്കിലും ഒരു വശത്തെ നഷ്ടം കണക്കാക്കിയാൽ മാത്രം പോരാ. ഈ ജനങ്ങൾക്കുണ്ടായ മാനസികമായ പീഡനങ്ങൾ. വിജയകുമാർ, തീർച്ചയായും ഈ വിലക്കയറ്റം ഒരു നിസ്സാര പ്രശ്നമാണ് എന്ന നിലയ്ക്കല്ല, ആ തരത്തിൽ കരുതിക്കൊണ്ടുമല്ല ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. എങ്കിലും ചോദിക്കട്ടെ, ഇത്തരം നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും